മറ്റൊരു വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത, നിതിൻ നബീൻ. നമുക്കറിയാം ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്രതീക്ഷിതമായി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വന്ന ഒരു നേതാവ് കൂടിയാണ് നിതിൻ നബീൻ. അദ്ദേഹത്തിന് പലതരത്തിലുള്ള അനുഭവ പരിചയങ്ങളുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ നിയമസഭാ സീറ്റിലടക്കം കേരളത്തിൽ എണ്ണം കൂട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം കൂടി പുതിയ ദേശീയ അധ്യക്ഷനുണ്ട്. ദേശീയ അധ്യക്ഷനായി ചാർജ് ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരികയാണ്. അതാണ് കേരളവും ഒപ്പം തമിഴ്നാടും ബംഗാളും അസമും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ സമയത്തേക്ക് സീറ്റ് നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് നിതിൻ നബീൻ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് വേണം മനസ്സിലാക്കാൻ. 2 ദിവസത്തേക്കാണ് അദ്ദേഹം വരുന്നത്. ഇന്ന് വൈകുന്നേരം കോർ കമ്മിറ്റി യോഗമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന നിതിൻ നബീന് വലിയ സ്വീകരണം ഒരുക്കുകയാണ് ബി.ജെ.പി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കും. RSS ആസ്ഥാനമടക്കം സന്ദർശിക്കും. നമുക്കറിയാം RSSുമായൊക്കെ വളരെ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് നിതിൻ നബീൻ. എന്ത് പ്രതീക്ഷിക്കണം? വലിയ സ്വീകരണ പരിപാടികൾ ബി.ജെ.പി ഒരുക്കുന്നു എന്നാണോ? രഞ്ജിത്ത്, എന്തായാലും കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിട്ട ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു. അതിൽ തന്നെ ബി.ജെ.പിയും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ ഇന്നും നാളെയുമായി അദ്ദേഹം കൊച്ചിയിലും തൃശ്ശൂരിലുമായിട്ടുള്ള വിവിധ പരിപാടികളിലായിരിക്കും പങ്കെടുക്കുക. എങ്ങനെയെങ്കിലും കേരളം പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ സീറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നൊരു വലിയ ചർച്ചകൾ തന്നെയാണ് ബി.ജെ.പി യോഗങ്ങളിലൊക്കെ ബി.ജെ.പിക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടി അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. നമുക്കറിയാം, അദ്ദേഹം ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് ബി.ജെ.പി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. 1:45 നെടുമ്പാശ്ശേരിയിലെത്തുന്ന അദ്ദേഹത്തിന് ഉജ്ജ്വലമായിട്ടുള്ള ഒരു സ്വീകരണം നൽകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം നെടുമ്പാശ്ശേരിയിലെ താജ് ഹോട്ടലിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം അവിടെ എറണാകുളത്തും ആലപ്പുഴയിലുള്ള 6000-ഓളം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ളൊരു യോഗമുണ്ടാകും. അതിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും. വരുന്ന തെരഞ്ഞെടുപ്പിനെ ഏത് വിധത്തിൽ കൃത്യമായി നേരിടണം എന്ന ഒരു സന്ദേശം കൂടിയായിരിക്കും അദ്ദേഹം അതിൽ നൽകുക. അതോടൊപ്പം വൈകിട്ട് 5 മണിക്ക് പാലാരിവട്ടം റിനയിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും തുടർന്ന് നടക്കുന്ന NDA യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. അതിലായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പത്രസമ്മേളനത്തിനും അത് സംബന്ധിച്ചൊരു സൂചന നൽകിയിരുന്നു. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൃത്യമായി എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നെന്തായാലും ദേശീയ അധ്യക്ഷൻ വരുമ്പോൾ അതിനുള്ള ചർച്ച തന്നെയായിരിക്കും ഇന്നും നടക്കുക. ഏകദേശം സീറ്റുകളിലൊക്കെ ധാരണയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം രാത്രി അദ്ദേഹം RSS പ്രാന്ത കാര്യാലയത്തിലും സന്ദർശിക്കും. നാളെ രാവിലെ അദ്ദേഹം കാലടി ആദിശങ്കര ജന്മഭൂമിയിൽ സന്ദർശനം നടത്തും. അതിനുശേഷം തൃശ്ശൂരിൽ എത്തി പ്രവർത്തകർക്കൊപ്പം ചുവരെഴുത്ത് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. 10:30 കൂടി തൃശ്ശൂരിലും ഈ നേതാക്കളുമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ബി.ജെ.പി ജില്ലാ ഓഫീസിൽ നടക്കുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡല നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുത്ത ശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബി.ജെ.പി 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു തീരുമാനത്തിലൊക്കെ ആകും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദേശീയ അധ്യക്ഷന്റെ സന്ദർശനവും. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മികച്ച വിജയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാമെന്നൊരു ചർച്ചകൾ തന്നെയായിരിക്കും ഇന്ന് നടക്കുന്നത്. തീർച്ചയായും നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ബി.ജെ.പിയുടെ ഒരുക്കങ്ങൾക്ക് വേഗം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.